Hello my dear beautiful souls, welcome back to YouTube channel Healing Angels Triple Tarot Malayalam. നമ്മളിപ്പോൾ ഇത് നോക്കാൻ പോണ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് ചിന്തിക്കണേന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ടൈം തൊട്ട് നിങ്ങൾക്ക് റിസനേറ്റ് ആവുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന റീഡിങ്സ് ആണ്. സോ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യുക, നെഗറ്റീവായ എല്ലാ തോട്ട്സിനെയും നിങ്ങൾ വിട്ടുകളയുക. ഓക്കെ, എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും നിങ്ങളുടെ ഇടയിലുണ്ടായ നല്ല നല്ല മൊമെന്റ്സ് എല്ലാം ചിന്തിച്ച് റീഡിങ് കാണാൻ ശ്രമിക്കുക. പ്ലീസ് ഗൈഡ് മീ ദിവൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 3 കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് വീണത്. എഗെയിൻ കിയോൺ എയറിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് ടോക്കിംഗ് എന്നൊരു കാർഡും കൂടി നമുക്ക് എടുക്കാം. പ്ലീസ് ഗൈഡ് മീ ദിവൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ക്യാൻ ഒരു കാർഡ് നമുക്കിന്ന് 2-3 ഡെക്ക് യൂസ് ചെയ്യാം കേട്ടോ. 2 ഡെക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നു. നോട്ട് ടുഡേ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ മറ്റേ സ്വോർഡ് ആൻഡ് റോസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നേക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ ദിവൻ. ഇവിടെ ഹാർട്ട് ബ്രോക്കൻ്റെ കാർഡ് വൈ ഹിയർ ഈസ്. ഇവിടെ ഹാർട്ട് ബ്രോക്കിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് നല്ല രീതിക്ക് ഡൗൺ ആണെന്ന് വേണം കരുതാനായിട്ട്. കാരണം കാർഡ്സ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഷഫിളായിട്ട് കിട്ടണില്ല. 8 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ. ഹാർട്ട് ബ്രോക്കൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നേക്കുന്നത് കിങ് ഓൺ എ റിംഗ്. ദ എംപ്രസ്. സോ ആൾക്കിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. സോ നിങ്ങളൊരു എംപ്രസ് ആയിട്ടും ഒരു ഡിവൈൻ ഫെമിനിൻ ആയിട്ടൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. ടോക്കിംഗ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരോടിപ്പോൾ സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ക്വീൻ ഓഫ് കോയിൻസ്. നോട്ട് ടുഡേ. ടെമ്പറൻസ്. നിങ്ങളുടെ പേഴ്സണുടെ ബൗണ്ടറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിഫൈ ചെയ്ത് വന്ന കാർഡ് ടെമ്പറൻസ്. അതായത് പേഷ്യൻസ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തന്നെ പറയുന്നുണ്ട്. 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി. അതായത് ആളിപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റെസ്റ്റിംഗ് പീരീഡിലൊക്കെ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോണത്. ഓക്കെ, സോ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ സിറ്റുവേഷൻ കൂടിയാണ് പോകുന്നത്. അതായത് ഡീപ്പായ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ആൾ നല്ല രീതിക്ക് സാഡാണ്, നല്ല രീതിക്ക് ഡൗൺ ആണ്. മീൻസ് ആൾക്ക് ഈ ഒരു കണക്ഷൻ കയ്യിൽ നിന്ന് പോയപ്പോൾ മൊത്തത്തിൽ ലോസ്റ്റ് ആയ ഒരു സിറ്റുവേഷനാണ് തോന്നുന്നത്. ഓക്കെ, മീൻസ് ആൾക്ക് എന്താ പറയുക, ഈ ഒരു ബ്രേക്കപ്പ് ആൾക്ക് താങ്ങാൻ പറ്റുന്നതിലും നല്ല പെയിൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഹാർട്ട് ബ്രോക്കൺ എന്നുള്ള കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നപ്പോൾ 8 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് വന്നത്. സോ എന്താ പറയുക, ആള് പോയ ഡയറക്ഷൻ, അതായത് ആള് പോയ ഒരു ഡയറക്ഷൻ തെറ്റായിപ്പോയി എന്നാണ് ആള് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളെ വിട്ടിട്ട് ആള് പോയിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റൽ അഫെയർ ആണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയെങ്കിൽ ആ വ്യക്തി ചിന്തിക്കരുത് അതൊരു തെറ്റായ, എന്താ പറയുക, നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് തെറ്റായൊരു റീസൺ ആണെന്നാണ് ആളിവിടെ കരുതുന്നത്. ഓക്കെ, ഇപ്പം ആൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓക്കെയാണ്, ഹാപ്പി ആണെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഡൗൺ ആണ്. ഫേക്ക് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ ആൾക്ക് നല്ല രീതിക്ക് അഭിനയിച്ച് കാണിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരേണ്ടാവാം. സോ അവർക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തേർഡ് പാർട്ടിക്കും അറിയണ്ടാവും, നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് അറിയുന്ന തേർഡ് പാർട്ടീസും ഉണ്ടാവാം. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ മുമ്പിൽ നിങ്ങളെ വേണ്ട, തേർഡ് പാർട്ടി മതി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് അഭിനയിച്ച് കാണിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിലായിരിക്കും അഭിനയിക്കുന്നുണ്ടാവുക, തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പിയാണോ ഓക്കെ ആണെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഓക്കെ അല്ല. അവിടെ അത്രയും ഡൗൺ സിറ്റുവേഷൻ ആണ്
നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. സോ ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൽ 3 കടാര കുത്തിയിറക്കി എത്രത്തോളം പെയിൻ ഉണ്ടാവും നമുക്കറിയാം. അത്രയും പെയിൻ വെച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോറി ഒരു കോള് വന്ന്. ഓക്കെ, ദെൻ കിയോൺ എ റിംഗ് എന്ന് പറഞ്ഞ കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് ഒരു എംപ്രസിൻ്റെ കാർഡാണ്, ദ എംപ്രസിൻ്റെ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂവും വോത്തൊക്കെ മനസ്സിലാവേണ്ട, ആൾക്ക് മനസ്സിലാവേണ്ട ഒരു ഡിവൈൻ ഫെമിനൻ എനർജിയാണ് നിങ്ങൾ. ഓക്കെ, അത്രയും മീൻസ് മദർലി നേച്ചറുള്ള, അതുപോലെ തന്നെ കെയറിങ് ഉള്ള, ഭയങ്കര കെയറിങ് നേച്ചർ ആയിരിക്കാം നിങ്ങൾക്ക്. മീൻസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഈ ലോകത്ത് എത്രയൊക്കെ തന്നെ ആൾക്ക് 3rd പാർട്ടിയോ 4th പാർട്ടിയോ 5 6 7 എന്തോ ആയിക്കോട്ടെ, ഫ്ലേർട്ട് ചെയ്യണ്ടാവും, ഡേറ്റ് ചെയ്യുക, എന്തൊക്കെ വന്നാലും നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു വ്യക്തിനെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. മീൻസ് ആരുടെ കൂടെ ഇരുന്നാലും ആൾ ഓക്കെ അല്ല. എത്ര സുന്ദരി ആയിക്കോട്ടെ, എത്ര സുന്ദരനായിക്കോട്ടെ, എത്ര അബൻഡൻസും പ്രോസ്പെറിറ്റി ഉള്ള വ്യക്തികളായിക്കോട്ടെ, എന്നാൽ പോലും നിങ്ങൾക്ക് പകരം വെക്കാൻ ഈ ഒരു വ്യക്തിക്ക് മറ്റൊരാളെ കിട്ടില്ല എന്നാണ് ആളുടെ മൈൻഡിൽ. ഓക്കെ, ഇവിടെ പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസൊക്കെ റീഡിങ് കാണണ്ടാവാം. ചിലർക്കൊക്കെ പ്രഗ്നൻസി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ ഫെർട്ടിലിറ്റിയുടെ എനർജി ഒക്കെ കാണണ്ട. അതേപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം. മീൻസ് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ വല്ല ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ടീച്ചറോ അല്ലെങ്കിൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവാം. സോ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. മീൻസ് ക്രിയേഷൻ്റെ എനർജി, അതായത് സോഷ്യൽ മീഡിയയിൽ മറ്റേ ക്രിയേറ്റീവ് കണ്ടൻറ്റ് ചെയ്യണവരോ അങ്ങനെ എന്തൊക്കെയോ എനർജികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അത്രയും ചിലർ ആർട്ട് വർക്ക് ചെയ്യണവരുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അത്രയും അതായത് ഒരേ സമയം പല ജോലികളും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾ ചിലപ്പോൾ പെയിൻറ് ചെയ്യും, ഡാൻസ് ചെയ്യും, മ്യൂസിക് ചെയ്യണ്ടാവും, മ്യൂസിക് പാടണവരുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡ്രോയിങ്സ് ചെയ്യണവരുണ്ടാവാം, ക്രാഫ്റ്റ് വർക്ക് ചെയ്യണവരുണ്ടാവാം. നിങ്ങളെ കൊണ്ട് ഒരേ സമയം പല ജോലികളും ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. അതേപോലെയൊന്നും തൻ്റെ കൂടെയുള്ള 3rd പാർട്ടിക്ക് പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഇവിടെ കിയോണെ റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് വന്നേക്കുന്നത്. സോ ആൾക്ക് മെനി ഓപ്ഷൻസ്, എത്ര ഓപ്ഷൻസ് തന്നെ ഉണ്ടെങ്കിലും ആൾക്കൊരു അൺകണ്ടീഷണൽ ലവ് തോന്നുന്നത് നിങ്ങളോടാണ്. ഓക്കെ, മീൻസ് അത്രയും എന്താ പറയുക, എനിക്കിനി വേർഡ്സ് ഇല്ല. കാരണം അത്രയും പ്യൂർ ആയിട്ടുള്ള ലവ് നിങ്ങളോ ഇപ്പോൾ 3rd പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആളവിടെ ഹാപ്പി അല്ല, ഓക്കെ അല്ല, ആളുടെ നിവർത്തികേട് കൊണ്ട് പോയി നിൽക്കുന്നതാണ്. സോ ആൾ അവിടെ നിൽക്കുമ്പോഴും ആളുടെ മൈൻഡിലും ഹാർട്ടിലും നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സേ ഉള്ളൂ ആൾക്ക്. ഓക്കെ, എഗെയിൻ നമുക്ക് ടോക്കിംഗ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് ആളിപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത് നിങ്ങളോട്, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ വേണ്ടി. ഇവിടെ ചിലരൊക്കെ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഈഗോയിസ്റ്റിക് ആയിരിക്കാം, പ്രാക്ടിക്കാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആൾ ചിന്തിക്കേണ്ടാവും നീ അങ്ങോട്ടേക്ക് വന്ന് മെസ്സേജ് അയക്കുക, അപ്പോൾ ഞാൻ എന്തായാലും മിണ്ടാം, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആളുടെ ആ ഒരു വാല്യൂ പുറത്തേക്ക് പോയാലോ. ഓക്കെ, ചിലർക്കൊക്കെ ടെക്സ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്, ചിലർക്ക് മെയിലായിരിക്കാം, ചിലർക്ക് കോൾസ് വരും. മീൻസ് നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ തന്നെ സംസാരിക്കാണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ബ്രേക്കപ്പിൻ്റെ ഇടയിൽ നടന്ന കാര്യമൊന്നും പറയാണ്ട് പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കേണ്ടത്. അതായത് ഇങ്ങനൊരു ബ്രേക്കപ്പേ നടന്നിട്ടില്ല, ഇങ്ങനെ ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വരുമ്പോൾ സംസാരിക്കേണ്ടാവുക. സോ അതിന് നിങ്ങളിപ്പോൾ വിളിക്കണം, സംസാരിക്കണം തോന്നാനായിട്ടുള്ള റീസണാണ് ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾ. അതായത് നിങ്ങൾ എന്തിനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. മീൻസ് ഒരു ബിസിനസ് വുമൺ ആണ്, അല്ലെങ്കിൽ ബിസിനസ് മെന്നാണ്. എന്താ പറയുക, അത്രയും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞു കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു അബണ്ടൻസ്, ഒരു പ്രോസ്പെരിറ്റി, അതേപോലെ തന്നെ എന്തും ഓർഗനൈസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഫാമിലി കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാലും ഒരു കുഴപ്പം കൂടാണ്ട് ഫാമിലിയും കരിയറൊക്കെ ഒരേപോലെ കൊണ്ടു നടക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ആൾക്കറിയാം. അതേപോലെ തന്നെ എന്ത് കാര്യത്തിലും മെച്യൂരിറ്റിയോടെ തീരുമാനം എടുക്കാനും പ്രാക്ടിക്കാലിറ്റിയും ഇമോഷണൽ സൈഡും കൂടി ഒന്നിച്ച് ബാലൻസ് ചെയ്ത് പോകാൻ കഴിവുള്ള ഒരാളാണെന്നും നിങ്ങളുടെ പേഴ്സൺ അറിയാം. സോ നിങ്ങൾ ഭയങ്കര കെയറിങ് നേച്ചറാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതേപോലെ തന്നെ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് അറിയാം. എഗെയിൻ നിങ്ങൾ ഭയങ്കര എന്താ പറയുക ക്ലാസി ആയിട്ടുള്ള ഒരാളായിരിക്കാം. മീൻസ് അത്രയും അധികം സംസാരവും കാര്യങ്ങളും ഒന്നുമില്ലാതെ ആവശ്യത്തിന് സംസാരിച്ച് നല്ല എന്താ പറയുക നിങ്ങളുടെ ഡ്രസ്സിങ് ചിലപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം. മീൻസ് നിങ്ങളെപ്പോഴും ഭയങ്കര നിങ്ങളെക്കുറിച്ചൊരു ക്യൂനാണ്, ഒരു
ലൈക്ക് എ ക്യൂ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അത്രയും എന്താ പറയുക, സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് ആൾക്ക് നിങ്ങളോട്. നമുക്കറിയാം എംപ്രസ് ക്യൂനായിട്ടുള്ള ഒരാളാണ്. ക്യൂൻ ഓഫ് കോയിൻസും ക്യൂൻ തന്നെയാണ് അല്ലേ? സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കാലിറ്റിയിൽ നിന്ന് നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണെ ട്രിഗർ ചെയ്യുന്നത്. നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരണം. ഇത്രയും നല്ലൊരു വ്യക്തിയെ വിട്ട് കളയാൻ പറ്റത്തില്ല, ഈ ആൾക്ക് പകരം വെക്കാൻ മറ്റൊരാൾ ആവില്ല എന്നൊരു ചിന്തയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ആൾക്ക് അങ്ങോട്ട് വരണം എന്നുണ്ട്, മെസ്സേജ് അയക്കണം എന്നുണ്ട്. പക്ഷേ അപ്പോഴും ആൾ വിചാരിക്കും നോട്ട് ടുഡേ, ഇന്ന് വേണ്ട. കാരണം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ബൗണ്ടറീസ് വെച്ചിട്ട് നിൽക്കണ്ടാവാം. സോ നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആൾക്ക് നല്ല രീതിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹേർട്ടിൻ്റെ ഫലമായിട്ടാണ് ആൾ നിങ്ങളുടെ ഇടയിലുള്ള ഈ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവുക. നിങ്ങളിപ്പോൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ തന്നെ റീസൺ അതായിരിക്കാം. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണിലൂടെ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്, നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് സ്റ്റിൽ ആൾക്ക് ഭയങ്കര അപ്സെറ്റ് ആണ്. കാരണം അറിയില്ല നിങ്ങളോട് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ആളിവിടെ നല്ല രീതിക്ക് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ നമ്മൾ ഈ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇഷ്യൂസ് ക്രിയേറ്റ് ആവുമെന്ന് പേടിച്ചിട്ട് ആളിവിടെ അവോയ്ഡിങ്ങിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. നിങ്ങൾ പോലും വിചാരിക്കാത്ത ടൈമിലൊരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം. എഗെയിൻ നമുക്ക് ഇതിൻ്റെ താഴെ നേരെ ഓപ്പോസിറ്റ് താഴെ വന്നേക്കുന്നത് എംപ്രസിൻ്റെ കാർഡാണ്. എംപ്രസിൻ്റെ കാർഡ് പറയണത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും. സോ എല്ലാവരും പേഷ്യൻസിലിരിക്കുക. ഈ ഒരു കണക്ഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീയൂണിയൻ ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷേ പേഷ്യൻസിൻ്റെ എനർജി വളരെ അത്യാവശ്യമാണ്. ഓക്കെ, എഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ലൈഫ് പേർപ്പസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു പേർപ്പസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ഹാർമണി, അതേപോലെ തന്നെ എന്താ പറയുക ബാലൻസും കാര്യങ്ങളൊക്കെ വന്ന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻലി 4 ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ്. അതായത് ഒരു ഹീലിംഗ് ഫേസ് അല്ലെങ്കിൽ ബാലൻസിലേക്ക്, ഈ കണക്ഷനെ ബാലൻസിലേക്ക് കൊണ്ടുവരാം. അതായത് റെസ്റ്റിംഗ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, ആൾക്കൂടെ സ്നേഹമുണ്ട്, റീയൂണിയൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. ആളിവിടെ കറൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ട്രൂത്തും, അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഇഷ്യൂസിൻ്റെ ട്രൂത്തും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ക്ലാരിറ്റിയും ട്രൂത്തൊക്കെ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ട്രൂത്തിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. സോ ആൾ ഈ ട്രൂത്തും ക്ലാരിറ്റിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നേക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിവാലുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കണക്ഷനെ കുറിച്ചിട്ട്. നിങ്ങൾ പേഷ്യൻസിൻ്റെ എനർജിയിലിരിക്കുക, ബാലൻസ് ചെയ്യുക. നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയി ചേസ് ചെയ്യേണ്ട, ആളായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടാവും. ആളായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് പെരുമാറുക. ആ രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് ഈ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പോവുക. അതർവൈസ് നിങ്ങൾ നേരിട്ട് ആളോട് കാര്യം പറയാം, എനിക്ക് ഈ കണക്ഷനിൽ നിൽക്കാൻ താല്പര്യമില്ല, ഇത്രയും നാൾ ഞാൻ ഈ കണക്ഷനിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇനി എനിക്കിങ്ങനെ പറ്റത്തില്ല എന്ന് പറയാം. ഓക്കെ, സോ ഓവറോൾ എനർജി ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ. അപ്പം നമുക്ക് റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. റീഡിങ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, ഞാനത് റീഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിങ്ങിൽ കാണാം. എല്ലാവരും സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കുക. താങ്ക്